ഹലോ ഗൈസ്, ഇന്നൊരു ഇലയുടെ ഉണ്ടാക്കിയാലോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇലയുടെ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ സ്വീറ്റ് ഐറ്റംസ് ഒന്നും അധികം ഉണ്ടാക്കാറില്ല. അതൊക്കെ അശ്വതിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ എന്തോ എനിക്കൊരു കൊതി തോന്നി ഉണ്ടാക്കിയ ഈ ഇലയുടെ അരിപ്പൊടി ഇട്ട് അതിനകത്തേക്ക് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് ദോശമാവിൻ്റെയൊക്കെ ബാറ്റർ ഉണ്ടല്ലോ, ദോശ അപ്പം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കണം. എന്നിട്ട് ശർക്കര പാനിയാക്കണം. അതിലേക്ക് ഏലക്ക പൊടിച്ചതും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. അത് രണ്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ആകുമ്പോഴത്തേക്ക് ഇത് കട്ടിയായിട്ട് വരും. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ വരും. ഞാൻ ഈ ശർക്കരപ്പാനിയിൽ കുറച്ച് അവിലും കൂടെ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വന്നേനെ ഈ ഒരു മിക്സിന്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നെ കഴിച്ചപ്പോഴാണ് ഞാൻ പിന്നെ ചിന്തിച്ചത് കുറച്ച് അവിലും കൂടെ ഒക്കെ മിക്സ് ചെയ്യണമായിരുന്നെന്ന്. അങ്ങനെ ഇത് കുറച്ച് നേരം ഈ ശർക്കരയുടെ ഈ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇല കീറി ഇങ്ങനെ മാവ് ദോശയ്ക്കൊക്കെ കോരി ഒഴിക്കുമല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ആ മിക്സ് അതിനകത്ത് ഇട്ടിട്ട് മിക്സ് മറ്റേ നമ്മളല്ലാതെ ഉണ്ടാക്കുന്ന ഇലയുടെ പോലെ ഒരുപാട് മിക്സ് ഇതിൽ ഇടണ്ട. കുറച്ച് മാവിന് കട്ടി കുറവായതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഇഡലി പാത്രത്തിലോ എന്തിലേലും വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. എനിക്ക് ഇതിൻ്റെ കൃത്യസമയമൊന്നും എനിക്കറിയില്ല, അമ്മയാണ് അതൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് തണുത്തിട്ട് വേണം എടുക്കാൻ, എങ്കിലേ ഇത് ഇലയിൽ നിന്ന് കറക്റ്റായിട്ട് ഇളകി വരത്തുള്ളൂ. ഞാനിത് ചൂടോടെ തന്നെ എടുത്തതുകൊണ്ട് അത്രയ്ക്ക് പെട്ടെന്നൊന്നും അന്നേരം ഇളകി വന്നില്ലായിരുന്നു. പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.